ഹലോ ഗായ്സ്, വെൽക്കം ടു TP ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ അങ്ങനെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് എത്തുന്ന ഒരു സർവൈവൽ വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മരത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ട് ആരും പഠിക്കേണ്ട. ഇത് നമ്മളൊരു ടെക്സ്ചർ പാക്ക് ഇട്ടാണ്, പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ലുക്കാണ് കേട്ടോ. ഇതൊരു ടെക്സ്ചർ പാക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ ലുക്കാണ്, പക്ഷേ കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ ലൈഫ് മാറിയിട്ടുണ്ട്, ഹാർട്ടോൾ മാറിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടി മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്ര സർവൈവലായിട്ടുള്ള കട ആടൊക്കെ മൊത്തം മറിഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര വലിയതായിട്ട് സർവൈവലായിട്ടുള്ള കഴിവൊന്നുമില്ല സർവൈവൽ ചെയ്യാനുള്ളത്. പക്ഷെ നമ്മളെന്തായാലും നമ്മളെ മാക്സിമം സർവൈവ് ചെയ്യും. ടെക്സ്ചർ പാക്ക് എന്തായാലും സെറ്റാണ്. വേണ്ട പുല്ലൊക്കെ ഒരു വെറൈറ്റി ലുക്കാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വുഡ് എടുക്കാം. നമുക്കെന്തായാലും രാത്രി ആവണതിൻ്റെ മുമ്പ് തന്നെ ബെഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്കിതൊക്കെ വെട്ടണം. ഇതൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാൻ നമുക്ക് വുഡ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 15 വുഡ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ആടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കില്ല. മൊത്തം ഉള്ളിലൊക്കെ മൊത്തം മാറി കേട്ടോ. ശരിക്കും ഈ മൈൻക്രാഫ്റ്റിൽ ഇതല്ല, പക്ഷെ ഉള്ളിലൊക്കെ ടെക്സ്ചർ പാക്ക് ഇട്ട കാരണം മൊത്തം മാറിയിട്ടുണ്ട്. ബെറ്റ വെർഷൻ ആട്ടോ. നമ്മൾ ആഡോടെ നിന്നാണ് ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇടാവുന്നതാണ്. നമുക്ക് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളാണ് കേട്ടോ. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ സെറ്റ് ലുക്കാണ്. നമുക്ക് വേണ്ടത് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഒരു സോഡ്, പിന്നെ ഒരു പിക്കാക്സ്. ഇപ്പോൾ അത് മതി. ആടെന്തോ നമ്മളോട് കൊന്നോ എന്ന് പറഞ്ഞിരിക്കണ പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ആടിനെ പോലെ കണ്ടോ, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. മീറ്റിൻ്റെ കണ്ടോ, റോ മട്ടൺ അതൊക്കെ മൊത്തം മാറ്റമുണ്ട്. അപ്പോൾ ഒരാട് പോരാ, നമുക്ക് 3 ആട് വേണം. എന്നാലാണ് കട കോഴിയൊക്കെ വൈറ്റ് കോഴി ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. തൂവലൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഏകദേശം അടിപൊളി തന്നെയാണ്. ഇനി നമുക്ക് ആടുകളാണ് ആവശ്യം കേട്ടോ. മത്തങ്ങ ഓക്കെ. ഈ ഒരു മരത്തിൻ്റെ ഒക്കെ കാണിച്ചാലും ഒക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആഡ് ഓണിലുണ്ട് കേട്ടോ ഈ ഒരു ടെക്സ്ചർ. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം മൈൻക്രാഫ്റ്റ് എന്നത്. പന്നീനെ നമുക്ക് ആവശ്യമുണ്ട് ഇറച്ചെടുക്കാൻ. എവിടെ ഒരു ആടിൻ്റെ കരച്ചിലേക്കാണ്ട് ആട്. അതെ, അടുത്ത പന്നിയൊക്കെ മൊത്തം മാറി. ഇവിടെ എവിടെയോ ആയിട്ട് ആടിൻ്റെ കരച്ചിലായിട്ടൊരു അതാ. എന്തായാലും നമുക്ക് ആദ്യം ഒരു വീട് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഇതിനിടയിൽ നമുക്ക് ആടിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ സോംബീസ് വന്ന് രാത്രി നമ്മളെ തീർക്കും ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ കുറേ വട്ടം പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ഒരാട് പോലും ഇല്ലല്ലോ. ഇവിടെ ഒന്നും ഒരാടില്ല കേട്ടോ.
ഇത് നമുക്ക് ഇപ്പോൾ ഒരു ആടിനെ പോലും കാണില്ല. പക്ഷേ ഇനി നമ്മൾ ആടിനെ കിട്ടി ബെഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കുറേ ആടുകൾ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ കണ്ട പൂവൊക്കെ വല്ല എന്തോ പോലെ ആയിട്ടുണ്ട്, മൊത്തം മാറി മറിഞ്ഞു. അതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത. പന്നി കുറേ ഉണ്ട് ഇവിടെ, പക്ഷെ ഇവിടെ ആടിനെ കാണാനില്ല. എന്തായാലും ഈ ടൈം കൊണ്ട് കഴിച്ച് നമ്മൾ ആ ഒരു കാര്യം ചെയ്തു, ഇതിനുള്ളിലേക്കൂടെ തുറന്നു എന്നിട്ട് വേല അങ്ങോട്ട് ആക്കി വെക്കും. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ഇനി ഡോറ്, അതിലേക്ക് ഡോറൊക്കെ മാറിയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡോറിൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് തന്നെ മാറിട്ടോ. ഡോറൊക്കെ മൊത്തം മാറി, ബാക്കിയൊക്കെ സെറ്റ് തന്നെ. ഇനി വേണ്ടത് ചെസ്റ്റ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ചെസ്റ്റൊക്കെ മൊത്തം ചെസ്റ്റൊക്കെ സീനാണ്. പക്ഷെ നമുക്കിപ്പോൾ ആടിനിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു ആടിനെ കിട്ടുമെന്ന് നോക്കണം. കുറച്ചും കൂടി ഉള്ളിലേക്ക് തുറക്കാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് നാളെ നേരം വളരെ സമയം കുറവാണ്. നമുക്ക് കണ്ടില്ല, രാത്രിയായി തുടങ്ങി. അങ്ങനെ ഒരു ആടിനെ കിട്ടി നമുക്ക്. സ്കെലട്ടൻ വേഗം ഓടണം. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ചത്തു കഴിഞ്ഞാൽ അത് വേറെ സീന് വേറെ. ജസ്റ്റ് മിസ്സാ, ഇപ്പം തന്നെ പോയി. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വുഡ് ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. വേറൊന്നല്ല, ബോള് വേറെ കളറായിരുന്നു. നമ്മുടെ താച്ചപ്പോൾ ബോളിൻ്റെ കളർ പറ്റാൻ ഡൈ ഒന്നുമില്ല. അപ്പം ഞാൻ ഇതേപോലെ കുറേ നേരം ഇരുന്നേ പറ്റുമോ. അപ്പം എന്തായാലും നമുക്ക് രാവിലെ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം രാവിലെ തോന്നുന്നു ഇല്ല പുള്ളിനകത്ത് എന്താണ്. ഞാനിപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ എന്നിട്ട് രാവിലെ ഇനി ടെക്സ്ചർ ബാഗ് ഇട്ടേണ്ട വല്ല പ്രശ്നമാണോന്ന് അറിയില്ല കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ കുറേ നേരം വീണ്ടും കാത്തിരുന്നു. അങ്ങനെ രാവിലെ ആയി. ഇപ്പോൾ മനസ്സിലായി ക്രീപ്പർ കാണുക. ഞാൻ ക്രീപ്പർ കാണുന്നത് ക്രീപ്പറൊക്കെ ലുക്ക് തന്നെ വളരെ മാറി. ക്രീപ്പറിൻ്റെ ലുക്കൊക്കെ വേറെ ഏതോ വല്ല അന്യഗ്രഹ ജീവികളുണ്ട്, കാണാൻ പറ്റില്ല. ഒരു ലൈഫുള്ളിന് ബാക്കി ഒറ്റ ലൈഫ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സോമ്പിൻ്റെ പിന്നാലെ പോകുന്നു. വേഗം വീണ് ശ്രദ്ധിക്കാം. ചെറിയൊരു ലാഗ് ഉണ്ട്, അപ്പോൾ അതാരും കാര്യമാക്കണ്ട. ചെറിയൊരു ലാഗിനുണ്ട്. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു വേറെ കാര്യം പറയാം. നമ്മൾ
വീഡിയോ എന്തായാലും അത്ര ലെങ്ത്ത് കൂട്ടണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവരും കാത്തിരിക്കുക. എന്തായാലും എല്ലാവരും കാണണം വീഡിയോ.